നൊന്ത് പ്രസവിച്ച തന്റെ മക്കളെ കൂടി ഒപ്പം കൂട്ടി ആ ചീറിപ്പാഞ്ഞു വന്ന ട്രെയിനിന് മുമ്പിൽ അടിപതറാതെ ആ അമ്മ നിൽക്കുമ്പോൾ എന്തുമാത്രം വേദന ഉള്ളിൽ എരിഞ്ഞു പൊന്തുന്നുണ്ടാകും എന്ന് ഓർത്തു നോക്കൂ. ഈ ഫാദർ ബോബി വളരെ മോശമായിട്ടാണ് ഷൈനിയോട് പെരുമാറിയിരുന്നത്. ഒരു വൈദികൻ പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ഇയാൾ ഷൈനിയെ സമീപിച്ചിരുന്നത്. എവിടെ നിന്ന് ഓടി ഒളിക്കാനാണോ അവൾ മരണമെന്ന ആ വഴി തിരഞ്ഞെടുത്തത്, എന്നിട്ടും അവളെ അങ്ങോട്ടേക്ക് അവർ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. നമസ്കാരം, എന്റെ പേര് അരുണിമ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചോദ്യവുമായിട്ടാണ്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ സുരക്ഷിതരാണോ? ഉത്തരം ആണ് എന്നാണെങ്കിലും അല്ല എന്നാണെങ്കിലും എന്ത് പ്രശ്നം നേരിട്ടാലും അതിനിവിടെ പോംവഴികളുണ്ട്. കോടതിയും നിയമവും അടക്കം നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാനായി ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും ആത്മഹത്യ എന്നൊരു മാർഗം തിരഞ്ഞെടുക്കരുത്. ഇതിവിടെ പറയാനായിട്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ചയാകാത്തൊരു വാർത്ത കണ്ടതോടെയാണ്. അതെ, കോട്ടയത്തെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ തന്നെ. അതിന് പിന്നിലെ ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഏതെങ്കിലും ഒരു അമ്മ അവർ ജനിപ്പിച്ച കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമോ? പൊതുവെ എല്ലാ അമ്മമാരും അവരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഷൈനിയും അങ്ങനെ ഒരു അമ്മ തന്നെയായിരുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവരും ഒരുക്കമായിരുന്നു. പക്ഷേ തന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ തന്നെ അവർക്ക് വില്ലനായി വന്നപ്പോൾ അവർ പൊരുതി തളർന്നുപോയി. ഒന്ന് കൈപിടിച്ച് സഹായിക്കാനായി പോലും ആരും വന്നില്ല. ഒരു വീട്ടുവേലക്കാരിയെ പോലെ ആയിരുന്നു ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടിലെ ജീവിതം. ഭർത്താവ് നോബി മാത്രമല്ല ഈ കഥയിലെ വില്ലൻ. അയാളുടെ സഹോദരൻ വൈദികനായ ബോബിയും അവരുടെയൊക്കെ അച്ഛനും വളരെ മോശമായി മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലാണ് അവരോട് പെരുമാറിയിരുന്നത്. നോബിക്കും ഷൈനിക്കും 3 മക്കളാണ്. 2 പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുട്ടിയും. മൂത്തത് ഈ ആൺകുട്ടിയാണ്. ഈ ആൺകുട്ടിയെ നോബിയും ഇവരുടെ കുടുംബക്കാരൊക്കെ ചേർന്ന് ഷൈനിയെ കുറിച്ച് ഓരോന്ന് മോശമായി പറഞ്ഞ് അവർക്കെതിരെ തിരിച്ചിരുന്നു. ഒരു അമ്മ എന്ന പരിഗണനയൊന്നും ആ മോൻ അതുകൊണ്ട് തന്നെ ഷൈനിക്ക് നൽകിയിട്ടുമില്ല. പലപ്പോഴും നോബിക്കൊപ്പം ചേർന്ന് കുത്തുവാക്കുകൾ കൊണ്ട് ഷൈനിയെ അവനും മുറിവേൽപ്പിച്ചു. അവന് പക്ഷെ നമുക്കിവിടെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം അച്ഛൻ അമ്മയെക്കുറിച്ച് മോശമായി ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരുമ്പോൾ അവനിതൊക്കെ കേട്ട് പഠിക്കുകയല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരിക്കൽ അമ്മ തന്നെ തല്ലി ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നോബി ആ മകനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു. അതുകൂടി ആയതോടെ ഷൈനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഏക മകന്റെ ശത്രുത പിടിച്ചു വാങ്ങാനാകാതെ തന്റെ 2 പെൺകുഞ്ഞുങ്ങളെയും കൂട്ടി അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് സംഭവിച്ചതാണ്. എന്നാൽ എവിടത്തെയും പോലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോഴും അവസ്ഥ മറിച്ചായിരുന്നില്ല. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പെൺമക്കളുടെ മേലുള്ള ഉത്തരവാദിത്തമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതാണ്. ഷൈനിക്ക് അവിടെയും ഒരുപാട് കുത്തുവാക്കുകളും പഴികളും ഒക്കെ കേൾക്കേണ്ടി വന്നു. സഹിച്ചും പുറത്തും വീണ്ടും ജീവിക്കാനുള്ള ഉപദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി മക്കളെ ഒറ്റയ്ക്ക് നോക്കുവാനായി അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. BSc നഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് മുമ്പിലുള്ള വഴി അതായിരുന്നു. എന്നാൽ 9 വർഷത്തെ കരിയർ ഗ്യാപ്പ് എന്ന വില്ലൻ മുമ്പിലുണ്ട്. പക്ഷെ തോറ്റു കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. ഒരുപാട് വാതിലുകൾ ചെന്നുമുട്ടി, പക്ഷേ എല്ലാം കൊട്ടിയടച്ചു. ഏകദേശം 12ഓളം ഹോസ്പിറ്റലുകളിൽ ഷൈനി ജോലി തേടി ചെന്നു. എല്ലാവർക്കും പക്ഷേ ഒരേ ഒരു മറുപടിയായിരുന്നു, ഇവിടെ ജോലി ഒഴിവില്ല എന്ന്. കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് അപേക്ഷിച്ചപ്പോൾ ആകട്ടെ 1 കൊല്ലം ഇന്റേൺഷിപ്പ് നോക്കുവാനാണ് അവർ ആവശ്യപ്പെട്ടത്. 1 കൊല്ലത്തോളം ശമ്പളമില്ലാതെ അവർ എങ്ങനെ ജോലി ചെയ്യാനാണ്? എന്നാൽ ഇവിടെയെല്ലാം തന്നെ കരിയർ ഗ്യാപ്പ് മാത്രമായിരുന്നില്ല തടസ്സം. നോബിയുടെ സഹോദരൻ ഫാദർ ബോബിയുടെ കളികളും ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ ഇടപെടലുകൾ കൂടിയാണ് ഷൈനിക്ക് ജോലി ലഭിക്കാതിരുന്നത്. തങ്ങളെ ജീവിക്കാൻ ആരും അനുവദിക്കില്ല എന്ന തിരിച്ചറിവിൽ, തന്റെ വീട്ടുകാർക്ക് താനും തന്റെ മക്കളും ബുദ്ധിമുട്ടാവരുത് എന്ന തോന്നലിൽ, ചെന്നുമുട്ടിയ സകല വാതിലുകളും കൊട്ടിയടഞ്ഞ സമ്മർദ്ദത്തിൽ ഒടുവിൽ ജീവൻ ഒടുക്കാം എന്ന തീരുമാനത്തിൽ തന്നെ ആ അമ്മ എത്തിച്ചേർന്നു. നൊന്ത് പ്രസവിച്ച തന്റെ മക്കളെ കൂടി ഒപ്പം കൂട്ടി ആ ചീറിപ്പാഞ്ഞു വന്ന ട്രെയിനിന് മുമ്പിൽ അടിപതറാതെ ആ അമ്മ നിൽക്കുമ്പോൾ എന്തുമാത്രം വേദന ഉള്ളിൽ എരിഞ്ഞു പൊന്തുന്നുണ്ടാകും എന്ന് ഓർത്തു നോക്കൂ. എനിക്കൊന്നും ആ അവസ്ഥ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. മക്കളെ ഒപ്പം കൂട്ടിയതിൽ ചിലർ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇതുപോലുള്ള അച്ഛന്റെയും കുടുംബക്കാരുടെയും ഇടയിൽ എന്ത് ധൈര്യത്തിലാണ് ആ പെൺകുഞ്ഞുങ്ങളെ ആ അമ്മ നിർത്തിപ്പോകേണ്ടത്? കുറ്റം പറയുന്നവർ തന്നെ അതിനുള്ള ഉത്തരം കൂടി പറയട്ടെ. എന്തായാലും ഒടുവിൽ അങ്ങനെ ചീറിപ്പാഞ്ഞു വന്ന ആ ട്രെയിൻ ആ 3 ജീവനുകളെ ചിന്നിച്ചിതറിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. പക്ഷേ മരണത്തിനിപ്പുറവും പോലും അവളെ വെറുതെ വിടാൻ നോബിയോ ബോബിയോ ഒന്നും തന്നെ ഒരുക്കമല്ലായിരുന്നു.
ആ മരണവാർത്ത അറിഞ്ഞപ്പോഴും മൃതദേഹം തങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു അവർ. എവിടെ നിന്ന് ഓടി ഒളിക്കാനാണോ അവൾ മരണമെന്ന ആ വഴി തിരഞ്ഞെടുത്തത്, എന്നിട്ടും അവളെ അങ്ങോട്ടേക്ക് അവർ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും അവർ വിവാഹമോചനം നേടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഷൈനിയെയും മക്കളെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. പക്ഷേ ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്ന നിമിഷം നോബിയും ബോബിയും ഒക്കെ നാട്ടുകാരുടെ തെറിയഭിഷേകവും കൂക്കുവിളികളും കേട്ടുകൊണ്ടാണ് മടങ്ങിപ്പോയത്. ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും സ്വന്തം നാട്ടിൽ ഉണ്ടാവുക എന്ന തിരിച്ചറിവിൽ അടക്കിന്റെ സമയത്ത് നോബിയോ വീട്ടുകാരോ അങ്ങനെ ആരും തന്നെ ആ പ്രദേശത്ത് പോലും എത്തിയിട്ടില്ല. ഈ ക്രൂരതയ്ക്കും വൃത്തികേടിനും ഒക്കെ കൂട്ടുനിന്ന ഫാദർ ബോബി ആകട്ടെ കൃത്യസമയത്ത് ഓസ്ട്രേലിയക്ക് മുങ്ങുകയും ചെയ്തു. എന്തായാലും ഷൈനിക്ക് നീതി ലഭിക്കണം എന്ന തിരിച്ചറിവിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് നോബിയെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. ഷൈനിയുടെ മരണകാരണം വീട്ടിലെ പീഡനമാണെന്ന് തെളിവ് പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഷൈനിയുടെ കേസ് കരിങ്കുന്നം സ്റ്റേഷനിലുണ്ട്. ഗാർഹിക പീഡനം, വിവാഹ പീഡനം എന്നീ കേസുകളൊക്കെ അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഷൈനി ജീവിക്കാൻ വേണ്ടി ഒരുപാട് വഴികൾ തേടിയതായുള്ള തെളിവ് പോലുമുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ പോലീസ് നോബിയുടെ വീട്ടിലെത്തി അയാളെ കസ്റ്റഡിയിലെടുത്തു. എങ്കിലും ഒരുപാട് വ്യക്തത നിലവിൽ പോലീസിന് ലഭിക്കാനുമുണ്ട്. നടപടികൾ നിലവിൽ പുരോഗമിച്ചു വരികയാണ്. കൂടാതെ ഓസ്ട്രേലിയയിലുള്ള അച്ഛനെതിരെയും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അവിടുത്തെ മലയാളി അസോസിയേഷന്റെ ഒക്കെ ഇടപെടലിൽ വൈദികന് മിക്കവാറും ആ ലോഹ അഴിക്കേണ്ടി വരും. ആയിരക്കണക്കിന് മലയാളികളാണ് അവിടെ രൂപതയിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ രൂപതയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഫാദർ ബോബി വളരെ മോശമായിട്ടാണ് ഷൈനിയോട് പെരുമാറിയിരുന്നത്. ഒരു വൈദികൻ പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ഇയാൾ ഷൈനിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഇതിനൊന്നും വഴങ്ങാതിരുന്ന ഷൈനിയെ നോബി മുഖേന പ്രതികാരം വീട്ടുകയായിരുന്നു ഇയാൾ. മക്കളെ രക്ഷിക്കാൻ വേണ്ടി UK പോകേണ്ടിയിരുന്ന ഷൈനിയെ എല്ലാം ശരിയായിരുന്ന ഘട്ടത്തിൽ എന്തൊക്കെയോ കുരുക്കുകൾ ഉണ്ടാക്കി അതും ഇയാൾ മുടക്കി. എന്തായാലും നോബിക്കും ബോബിക്കും പിന്നെ ഇവരുടെ അച്ഛനെതിരെയുമാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇവരുടെ അച്ഛനും സമാനമായ രീതിയിൽ ഷൈനിയെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു എന്നാണ് വിവരം. എന്നാലും ഈ വിഷയത്തിൽ ഏറ്റുമാനൂർ പോലീസിന്റെ ഇടപെടലിനെ നമ്മൾ അഭിനന്ദിച്ചേ തീരൂ. കാരണം അവർ കൃത്യമായ സമയത്ത് വലിയ പോലീസ് സന്നാഹത്തോടെ തന്നെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ഒരു കാര്യം എന്തായാലും പറഞ്ഞേ പറ്റൂ, ഒരു ഭർത്താവ്, ഒരു അച്ഛൻ എങ്ങനെ ആവരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നോബി. ഒരിക്കലും തന്റെ ഭാര്യയെയോ മക്കളെയോ ഒന്നും അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. ആ വൈദിക കുപ്പായത്തിനുള്ളിലെ വൃത്തികെട്ട മനുഷ്യനെ അയാൾ തിരിച്ചറിഞ്ഞില്ല. ഇതിനെല്ലാം അയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനാകൂ. എന്തായാലും ഒരു സ്ത്രീകളും ഇതുപോലെ ഓരോന്ന് സഹിച്ചും ക്ഷമിച്ചും ജീവിക്കരുത്. നിങ്ങൾക്കൊരു വരുമാന മാർഗം എന്തായാലും മുന്നിൽ കാണണം. അതിപ്പോൾ പുരുഷന്മാരായാലും ശരി, ആരും ഒരവസ്ഥയിലും തളരാൻ പാടില്ല. എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കാണും. നിങ്ങളുടെ മക്കളെയും സ്വയം പര്യാപ്തരാക്കണം, സ്വന്തം കാലിൽ നിർത്തണം. എങ്കിൽ എന്തവസ്ഥയിലും അവർക്കത് ഒറ്റയ്ക്ക് തന്നെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഷൈനിയുടെ ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, അവർക്ക് നീതി ലഭിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.